ഹലോ ഡിയേഴ്സ്. അപ്പോൾ വിഷ്വലൈസേഷനെ പറ്റി നമ്മൾ ഒട്ടുമിക്ക പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആ ഒരു ലൈഫിലായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുക, അതുപോലെ നമ്മൾ ആ ലൈഫിൽ ജീവിക്കുന്നതിന് നമ്മൾ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലൊരു മെൻ്റൽ പിക്ചർ കണ്ട് ആ ഫീലിങ്സ് അനുഭവിക്കുക. ഇതാണ് വിഷ്വലൈസേഷൻ. പക്ഷേ നിങ്ങൾക്ക് ദ റിയൽ പവർ ഓഫ് വിഷ്വലൈസേഷൻ കാണണോ? അതായത് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പലരുടെയും ഡൗട്ടാണ്. ആ ഡൗട്ടെല്ലാം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണും. ഫസ്റ്റ്, if it doesn't sound arrogant, I really wanted this to happen and I kind of visualized it every day in my life. I very badly wanted this to happen. So I always tell people, if somebody asks me how do you feel, I said now I don't have anything to explain, because this day I was living like few years ago, or few 5-6 years ago, I was feeling this day, this kind of success. So I've lived this moment back then, so now it doesn't affect much to me. So it's, നിങ്ങൾ ഇന്റർവ്യൂ കണ്ടോ? ഇതാണ് നമ്മുടെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ യഷിൻ്റെ ഒരു ഇന്റർവ്യൂ ആണ് ഇത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് വിഷ്വലൈസേഷൻ എന്താണെന്നോ ഫീലിങ്സ് എന്താണെന്നോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് കണ്ടു. അതായത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നതും പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുന്നതും എല്ലാം കണ്ട് അദ്ദേഹത്തിലോട്ട് എന്ത് ചെയ്തു, അത്തരത്തിലുള്ള കാര്യങ്ങൾ അട്രാക്റ്റഡ് ആയി വന്നു. ഒരു ടോപ്പ് ആയിട്ടുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ള പണമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു നാടക കമ്പനിയിൽ ജസ്റ്റ് ഒരു ബാക്ക് സ്റ്റേജ് വർക്കറായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അവിടെ നിന്നാണ് ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറാൻ കഴിഞ്ഞത്. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായുള്ള ഒരു വ്യക്തിയായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പരിഭവം പറഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഉള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, വിഷ്വലൈസ് ചെയ്യുക. ആ ഫീലിങ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, ആ ഇമോഷൻസിനാണ് ഗൈസ്. ഫീലിങ്സ് എന്ന് പറയുന്നത് അത് ഒരു നിസ്സാര സംഭവമല്ല. ഞാൻ അതിന് വേറൊരു വീഡിയോ തന്നെ ഇടാം. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ ഗോൾസ് നിങ്ങളിലേക്ക് അച്ചീവ് ചെയ്തെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി ആയിട്ട് കണക്റ്റ് ആയിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതാണ് വിഷ്വലൈസേഷൻ. അല്ലാണ്ട് നമ്മൾ പരിഭവം ഒക്കെ വിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം എന്താണെന്നൊരു പേപ്പർ, ഒരു ബുക്കിൽ എഴുതി വെക്കുക, അത് വായിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു മൊമെൻറ്റിൽ ഇരിക്കുന്നതായിട്ട് മാത്രം ആ ഇമോഷൻസ് മാത്രം നിങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന് നോക്കൂ. അത് പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. ആ സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കണം. കാരണം ആക്ഷൻ എടുക്കുന്നത് ഇമ്പോർട്ടൻ്റാണ്. കാരണം നിങ്ങൾക്ക് സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് അടുത്ത് വരുമ്പോൾ നിങ്ങൾ ആക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ മാറ്റിയെടുക്കാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് പാൻ ഇന്ത്യൻ